ഈ പോക്ക് പോകുകയാണ് എങ്കിൽ കേരളത്തിലെ 941 പഞ്ചായത്തുകളും UDFന്റെ പോക്കറ്റിലാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ധനമന്ത്രി ബാലഗോപാലന്റെ ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് കൈയടിക്കുകയാണ് കോൺഗ്രസ്. അതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. കാരണം UDFന് അനുകൂലമായ, കോൺഗ്രസിന് സന്തോഷകരമായ ഒരു ബജറ്റ് അവതരണമാണ് ഇന്ന് ബാലഗോപാൽ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ കൊണ്ടുവന്ന ഈ ബജറ്റ് കണ്ട് സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോകുന്നത് CPM-കാരാണ്. എന്നാൽ 62 ലക്ഷം ജനങ്ങളെ ഒറ്റയടിക്ക് പറ്റിക്കാൻ ഈ ബജറ്റിലൂടെ സാധിച്ചു എന്നുള്ളതാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു വസ്തുത. വോട്ട് ബാങ്കിനെ നോവിച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണമാണ്. അതുകൊണ്ട് UDFന് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ. ഐസക്കിന്റെ കാലത്ത് 1600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ എങ്കിൽ ഇത്തവണയും അതേ ഉള്ളൂ. 5 വർഷങ്ങൾക്ക് ഇപ്പുറവും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതേസമയം വിപണിയിലെ എല്ലാ സാധന സാമഗ്രികൾക്കും വില കുത്തനെ വർദ്ധിക്കുമ്പോൾ ഈ 1600 രൂപ മാത്രമായിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? ഇനി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ല, അതിൽ പരിഷ്കരണമോ അതും നടപ്പിലാക്കിയിട്ടില്ല. ഇതെല്ലാം കോൺഗ്രസിനും UDFനും അനുകൂലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ്, ഇത്തരം കൃത്യമായ കാര്യങ്ങളാണ് KS ശബരിനാഥ് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് തീർച്ചയായിട്ടും അത് സാധാരണ ആളുകളെ ആ പത്രികയിലൂടെ കബളിപ്പിക്കുകയാണെന്നുള്ളത് ആളുകൾ തെളിയുകയാണ്. കാരണം കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ 1600 നിന്ന് ഓരോ വർഷവും 100 രൂപ വർദ്ധിപ്പിച്ച് 2026 ആകുമ്പോൾ 2100 രൂപ പെൻഷൻ നൽകുമെന്ന് കൃത്യമായി തന്നെ എനിക്ക് തോന്നുന്നു പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട്, പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയെന്നുള്ള വലിയൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ CPM-ൻ്റെ ഉണ്ടായിരുന്നു, LDF-ൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, അത് കിട്ടുന്ന 60 ലക്ഷത്തോളം ആളുകളുടെ ജീവിതത്തിൽ അവരെ പറ്റിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള ഓഫ് ബഡ്ജറ്റ് പ്രഖ്യാപനമായിട്ടൊക്കെ വരും. ഇനിയിപ്പോ മന്ത്രിസഭ തീരുമാനം രീതിയിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കുമോ പ്ലാൻ ബി? അല്ല, പ്രശ്നം സാമ്പത്തികമായിട്ട് ഒരിക്കലും ഒരു പെൻഷൻ കൊടുക്കണമെങ്കിൽ തന്നെ 10,000-3000 കോടി രൂപ വേണം. അത്തരത്തിലുള്ള ധനം ഇന്ന് സർക്കാരിൻ്റെ കയ്യിലില്ല. ആ സർക്കാരിൻ്റെ ധനമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു കാരണം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ ഡെവല്യൂഷനെ കഴിഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് കുറഞ്ഞത് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, സംശയമില്ല. പക്ഷേ കേരളത്തിലെ വിഷയം അതുമാത്രമല്ല. ഇവിടെ കേന്ദ്ര സർക്കാരിനെ നമ്മൾ പരിചാരുമ്പോഴും അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തന്നെ ധൂർത്തും കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റും, നിങ്ങൾ 2016 മുതലുള്ള ശ്രീ തോമസ് ഐസക്കിൻ്റെ പ്രഖ്യാപനങ്ങളും കണക്കുകളും ഒക്കെ കാണണം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ ആളുകൾ പോയി പഴയ കാര്യങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഭാഷയിൽ കുത്തിപ്പോക്കുകയാണ്. കേരളത്തിൽ ഇത്ര മോട്ടോർ വെഹിക്കിൾ നികുതി വരും, കിഫ്ബിക്ക് കൊടുത്ത പണം തിരികെ അടച്ചു വരും, ഏകദേശം 50,000 കോടി രൂപ 2031 വരെ കൊണ്ട് കിട്ടും, എല്ലാം മംഗളമാവും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ 20% പോലും നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇടയ്ക്ക് കോവിഡിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മുടെ പ്രളയത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ നിന്നൊക്കെ മാറി ഏകദേശം 5 വർഷം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോയ മനോഹരമായ ഐസക്കിന്റെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ നടപ്പായില്ല. സിനിമ ഡയലോഗ് പറയുന്ന പോലെ എത്ര മനോഹരമായ നടപ്പിലാകാത്ത സ്വപ്നങ്ങൾ. ഏട്ടിലെ പശു പുല്ലും തിന്നില്ല. തോമസ് ഐസക്കിന്റെ ആ വാക്കുകൾ പണവും കൊണ്ടുവന്നില്ല. ഒടുവിൽ ടോളിലേക്കും പോയി. പക്ഷേ ടോളെന്നോ യൂസർ ഫീ എന്നോ ഒരു പദപ്രയോഗം പോലും ഈ വരുമാന സ്വാശ്രയത്വത്തിന് വേണ്ടി പറയുന്നില്ല കിഫ്ബിയുടെ കാര്യത്തിൽ. അത് വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ഉപയോഗിക്കും. കാരണം ഇപ്പം പറയുന്നൊരു കാര്യമാണ് ഈ വരുമാനം അവർ കൊണ്ടുവരും എന്നുള്ളത്. പക്ഷേ 2016 കിഫ്ബിയുടെ ഉദ്ദേശങ്ങളിൽ തന്നെ പറയുന്നുണ്ട് വരുമാനം കൊണ്ടുവരുന്ന പദ്ധതികൾ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിൽ ഏത് പദ്ധതികൾ സിലക്ട് ചെയ്തു എന്നൊക്കെയുള്ള കാര്യത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കണക്ക് നോക്കുമ്പോൾ ഇതുവരെ കിഫ്ബിയുടെ ചിലവാക്കിയിട്ടുള്ളത് ഏകദേശം 30,000 കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. സർക്കാർ ഇന്ന് പറഞ്ഞ ഏകദേശം 80,000 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കിഫ്ബിയിൽ ഇതുവരെ 30,000 കോടി രൂപ ചിലവാക്കി, അത്ര തന്നെ വരുമാനം വന്നു. ഇനി 50,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ സർക്കാർ കമ്മിറ്റ് ചെയ്തത് അതെങ്ങനെ ചെയ്തു തീർക്കും? ഏത് കോൺട്രാക്ടറി വർക്ക് എടുക്കും? ഈ കേരളത്തിലെ എല്ലാ വർക്കും കൊടുക്കുന്ന സർക്കാരിന്റെ പ്രിയപ്പെട്ട 87,436 കോടി രൂപ 87,436 ലാൻഡ് അക്വിസിഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലാൻഡ് അക്വിസിഷൻ അടക്കമുള്ള പണം എവിടെ നിന്ന് കിട്ടും? ഇവർ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഇത് നമ്മൾ പ്രതിപക്ഷം 1-ാം ദിവസം മുതൽക്ക് പറയുന്ന കാര്യമാണ്. നമ്മൾ കിഫ്ബിയിൽ പണമെടുത്താൽ അത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ല, അതിൻ്റെ ലീൻ സർക്കാരിന് വരും എന്നുള്ളത് ഞാനും ശ്രീ VA പ്രകാശും എത്രയോ കാലം ഈ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് രാവിലെ ഇരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. ചാനലിലും നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതവർക്ക് അറിയാമായിരുന്നു. ഇത് ഇടതുപക്ഷത്തിനും ഐസക്കിനും ശ്രീ ബാലഗോപാലിനും കൃത്യമായിട്ട് അറിയുമായിരുന്നു. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം നിർബന്ധമായതിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൽ നിന്ന് സർക്കാരിൻ്റെ ബാധ്യതയായി തന്നെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു അടവ് കൊണ്ടുവരാമെന്നുള്ള ഒരു പ്ലാനിങ്
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പണം വെച്ച് എന്തൊക്കെ ചെയ്തു. ഇവിടെ നാട്ടിൽ 6.5%, 7%-ന് ലോൺ കിട്ടുമ്പോൾ 9.5% അങ്ങ് മണിയടിച്ച് പോയി നിങ്ങൾ ലോൺ എടുത്തു. 2100 കോടി രൂപ മസാല ബോണ്ട് എടുത്തതിന് തിരിച്ചടച്ച എത്രയാണെന്നറിയാമോ? 3500 കോടി രൂപ. 2500 കോടി രൂപ എടുത്തതിന് 1500 രൂപ ഇൻട്രസ്റ്റാണ് വെറും 5 വർഷം കൊണ്ട് അടച്ചു തീർത്തത്. എന്തൊക്കെയായിരുന്നു പൂവിൽ? എന്തുമാത്രം ഇൻട്രസ്റ്റ്, എന്തുമാത്രം ദുർച്ചെലവ്. നിങ്ങൾ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറയുമ്പോൾ ജീവനക്കാർക്ക് പുതിയ ശമ്പള കമ്മീഷൻ ഇല്ല, അവർക്ക് ഗഡു കൊടുത്തിട്ടില്ല, മെഡിസിപ്പിൾ പ്രശ്നം. പക്ഷേ കിഫ്ബി അടക്കമുള്ള ഓഫ് ബഡ്ജറ്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട CEO അടക്കം ആളുകൾക്ക് വർഷം 20,000 രൂപയുടെ ഇൻക്രിമെൻറ്റ്, 30,000 രൂപയുടെ ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ട് ഏകദേശം 4 ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങിക്കുകയാണ്. ഇവിടെ KSRTC-കാരൻ ശമ്പളം ചോദിച്ച് സമരം ചെയ്യില്ലെന്ന് ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രി പറയുകയാണ്. സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം എന്നുള്ളത്. ആ സമരത്തെ തകർക്കാൻ വേണ്ടി പാവപ്പെട്ട ബദിലിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ദിവസം 700 രൂപയ്ക്കാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത്. എന്തിനാണ്? ജോലിയില്ല. ശമ്പളം ചെയ്യുന്ന ദിവസം ശമ്പളത്തെ തകർക്കാൻ വേണ്ടി ഒരു ഇടതുപക്ഷ സർക്കാർ ബദിലി ജീവനക്കാരെയും എംപാനലുകാരെയും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. 700 രൂപ കൊടുത്താണ് ഒരു ദിവസം പണി കൊടുത്തത്. അവർക്കിനി പണിയുണ്ടോ? ആ എംപാനലുകാർക്ക് പണിയില്ല, ബദിലിക്കാർക്ക് പണിയില്ല, അവിടെയുള്ള ജീവനക്കാർക്കോ ശമ്പളവുമില്ല. തകർന്നു. ഇതൊരു 3 പ്രഖ്യാപനങ്ങൾ കയ്യടി നേടുന്നതാണ്. കയ്യടി നേടുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒന്ന്, വയനാടിന് 750 കോടി രൂപയുടെ പ്രഖ്യാപനമുണ്ട്. പക്ഷേ ആ 750 കോടിയുടെ വകയിരുത്തൽ എവിടെ നിന്നാണ്? CMDRF-ൽ നിന്നാണ്. അതിനൊരു ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ കൊടുത്ത പണമല്ലേ, ഞാനും കൊടുത്തിട്ടുണ്ട്, താങ്കളും കൊടുത്തിട്ടുണ്ടാകും. രണ്ടാമത്തേത് വന്യജീവി ആക്രമണങ്ങൾക്ക് 360 കോടിയോളം രൂപ തടയാൻ, വന്യജീവിയുടെ ഇറക്കം തടയാൻ, അവിടെ ഫെൻസിംഗ് അടക്കം ശക്തിപ്പെടുത്താൻ അടക്കം 350 കോടി രൂപയുടെ പ്രഖ്യാപനമുണ്ട്. മുൻപുണ്ടായതിനൊക്കെ കുറച്ച് അഡീഷനാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് ഈ ദിവസ വേതനക്കാരായ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം 5% വർധനവുണ്ട്. ഈ 3 തീരുമാനങ്ങൾ കൂടി ഇതിനിടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യത്തേത് വയനാടിന് വേണ്ടി ഒരു സഹായം എന്ന് പറയുമ്പോൾ അതിൽ പുതിയതായി എന്തുണ്ട് എന്നതാണ് ചോദ്യം. കയ്യിൽ വന്ന പണം ചെലവഴിക്കാൻ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ആവശ്യമുണ്ടോ? ശബരിനാഥൻ, അത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഞാനും പ്രതീക്ഷിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ വയനാട് വിഷയത്തിൽ നമ്മളോട് ഇത്രയധികം മുഖം തിരിഞ്ഞിരിക്കുമ്പോൾ കേരളം അതിനകത്ത് എവിടെ നിന്നെങ്കിലും പണം കണ്ടെത്തിക്കൊണ്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് 12,000 കോടി രൂപ ചിലവാക്കും എന്നൊരു വിശ്വാസത്തിനാണ് ഇരുന്നത്. ഒരുപക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള ഈ ശമ്പള കമ്മീഷൻ ഗഡു അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലത്തേക്ക് വയനാടിന് പണം കൊടുക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നെങ്കിലും സാധാരണക്കാരൻ മലയാളിക്ക് മനസ്സിലായേനെ. പക്ഷേ ഈ പറയുന്ന 750 കോടിയിൽ ഇവിടെയുള്ള ആളുകൾ, നമ്മളടക്കമുള്ള ആളുകൾ CMDRF-ന് കൊടുത്ത പൈസ, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പാവപ്പെട്ട ആളുകളിൽ നിന്ന് പിരിച്ച പൈസ, രാഷ്ട്രീയ പാർട്ടികളടക്കം സന്നദ്ധ സംഘടനകളടക്കം CSR പണം അടക്കം CMDRF-ൽ വന്ന പണം, ആ 750 കോടിയിൽ ഏകദേശം 250 കോടി രൂപയും വരുന്ന ആ വഴിക്കാണ്. ബാക്കി 500 കോടിയിൽ ഇനിയും വരുന്ന എത്രയോ പണം തിരികെ വരാൻ പോവുകയാണ്. അതുമാത്രമല്ല അതിൻ്റെ കളക്ഷൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, മറ്റാളുകൾ ചുമലിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യം, എല്ലാ പദ്ധതിക്കും ഒരു സൊല്യൂഷനായിട്ട് വിഴിഞ്ഞ പദ്ധതി പറയുമ്പോഴും ക്ലിയറായിട്ട് എന്താണ് പ്ലാൻ എന്നുള്ള പറയുന്നില്ല. ഇപ്പോൾ തന്നെ ഔട്ടർ റിംഗ് റോഡ് അടക്കമുള്ള വിഷയത്തിൽ നമുക്ക് പ്രശ്നമായിരിക്കുകയാണ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ വിഴിഞ്ഞ പദ്ധതി, AI എന്നൊക്കെ പറയുന്ന നല്ല കാര്യമാണ്. വിഴിഞ്ഞ പദ്ധതി മുന്നോട്ട് പോകണം. ഇപ്പോൾ തിരുവനന്തപുരം മെട്രോയുടെ കാര്യവും സാധ്യതാ പഠനങ്ങളും ലൈറ്റ് മെട്രോ എന്നൊക്കെ പറഞ്ഞ് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാരിറ്റിയും ഇല്ല. ഇന്ന് ഞാൻ കേട്ടു പൊന്മുടി റോപ്പ് വേക്ക് വേണ്ടി 10 കോടി രൂപ സാധ്യതാ പഠനത്തിന് വേണ്ടി അനുവദിച്ചത് 2016 തോമസ് ഐസക് അന്നും പറഞ്ഞതാണ്. ശ്രീ ഐസക്ക് ഈ പൊന്മുടി റോപ്പ് വേ എന്നുള്ളത് അന്ന് പറഞ്ഞ് നിങ്ങൾ 2000 അനൂപിന് അറിയാതിരിക്കണോ, നമ്മുടെ ഒരേ നാട്ടുകാരല്ലേ. ഇവിടെ 2016 ബഡ്ജറ്റിൽ കയ്യടി കിട്ടിയ കാര്യമാണ് തിരുവനന്തപുരത്ത് പൊന്മുടിയിൽ റോപ്പ് വേ. 10 വർഷം കഴിഞ്ഞ് വീണ്ടും റോപ്പ് വേക്കുള്ള സാധ്യതാ പഠനം. അപ്പം അതുപോലും ഇത് വെരിഫൈ ചെയ്യാതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്തിനോ വേണ്ടി കൊടുത്തൊരു ബഡ്ജറ്റാണ്. ഇതിൽ ഭാവിയിലേക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം, സാധാരണ ആളുകൾക്കുള്ള സുരക്ഷിതത്വം, ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ നികുതി വരുമാനം അടക്കമുള്ള കാര്യങ്ങൾ, നികുതി വർധനവ്, ഇപ്പം നികുതി പിരിക്കുന്നതിൻ്റെ വർധനവ്, അതൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു പരാജയത്തിൻ്റെ ഒരു ഭീതി ഇതിനകത്തുണ്ട്. നിർഭാഗ്യവശാൽ ഒരു മന്ത്രി ഇന്ന് ഒരുപക്ഷേ അവസാന ഫുൾ ബഡ്ജറ്റ് ആയതുകൊണ്ട്